പയ്യന്നൂർ പിലാത്തറയിലെ കാർ ആക്രമിച്ച കവർച്ച അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 15-അംഗ സംഘമായിരിക്കും കേസ് അന്വേഷിക്കുക. ദേശീയപാതയിൽ പയ്യന്നൂർ യടാട്ട് മഹാരാഷ്ട്ര സ്വദേശികളായ സ്വർണ്ണ വ്യാപാരിയും കുടുംബവും സഞ്ചരിച്ച കാർ തടഞ്ഞ് സ്വർണവും പണവും തട്ടിയെടുത്തെന്ന പരാതിയിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. തലശ്ശേരി ചിറക്കരയിൽ താമസിക്കുന്ന മഹാരാഷ്ട്ര സാംഗ്ലി സ്വദേശി കുമാർ ജലിന്ദർ നിഗവും കുടുംബവുമാണ് കവർച്ചയ്ക്കിരയായത്. പെരിന്തൽമണ്ണയിൽ MSK ഗോൾഡ് വർക്ക്സ് നടത്തുന്ന ഇയാൾ ഡ്രൈവറുമായി തലശ്ശേരിയിലെ സുഹൃത്തായ മഹാരാഷ്ട്ര സ്വദേശിയായ അശോക് യശ്വന്തിൻ്റെ കാറിൽ ഭാര്യയും 2 മക്കളുമായി മഹാരാഷ്ട്രയിൽ നിന്നും തലശ്ശേരിയിലേക്ക് വരികയായിരുന്നുവെന്നാണ് പോലീസിനോട് പറഞ്ഞത്. യടാട്ട് ദേശീയപാതയിലെത്തിയപ്പോൾ 2 കാറുകളിലായെത്തിയ 6-അംഗ സംഘം ആക്രമിച്ച് കാർ തട്ടിയെടുത്ത് സ്വർണ്ണാഭരണം കവർന്നുവെന്നാണ് മൊഴി. എന്നാൽ പരാതിക്കാരുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല. 25 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടെന്നാണ് ഇവർ ആദ്യം പോലീസിനോട് പറഞ്ഞത്. 55 ലക്ഷം രൂപയും നഷ്ടപ്പെട്ടതായി പിന്നീട് പറഞ്ഞു. എന്നാൽ 259 ഗ്രാം സ്വർണവും 1.5 കോടി രൂപയും നഷ്ടപ്പെട്ടതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അക്രമികൾ തട്ടിയെടുത്ത് തകർത്ത ശേഷം ഉപേക്ഷിച്ച കാറിൽ പ്രത്യേക അറ നിർമ്മിച്ചിരുന്നു. ഈ അറ അക്രമികൾ തകർത്തിട്ടുണ്ട്. ഈ അറ അനധികൃതമായി സ്വർണവും പണവും കൊണ്ടുപോകുവാനാണെന്ന് സംശയമുണ്ട്. ആക്രമണത്തിനിരയായ കുടുംബം ഓട്ടോറിക്ഷയിൽ ബസ് സ്റ്റാൻഡിലെത്തി അവിടെ നിന്നും ബസ്സിലാണ് കാറുടമ അശോക് യശ്വന്ത് താമസിക്കുന്ന തലശ്ശേരിയിലെത്തിയത്. ഇവർ പയ്യന്നൂർ സ്റ്റേഷനിൽ വിവരമറിയിക്കാതെ തലശ്ശേരിയിലേക്ക് പോയതിലും പോലീസിന് സംശയമുണ്ട്. നിലവിൽ പയ്യന്നൂർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. അക്രമം നടന്നത് പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ യടാട്ടായതിനാലാണ് പരിയാരം പോലീസിൽ നിന്നും അന്വേഷണം പയ്യന്നൂർ സ്റ്റേഷനിലേക്ക് മാറ്റിയത്. സങ്കീർണമായ കേസായതിനാലാണ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചത്. പയ്യന്നൂർ ഡിവൈഎസ്പി PL ഷൈജുവിൻ്റെ നേതൃത്വത്തിൽ 15-അംഗ സംഘമായിരിക്കും കേസ് അന്വേഷിക്കുക. പരാതിക്കാരെയും കാറുടമയെയും ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.